പുനലൂർ തെങ്കാശി ട്രാവൽ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങിയത് പുനലൂരിൽ നിന്നായിരുന്നു. പുനലൂരിൽ നിന്നും തെന്മല, ആര്യങ്കാവ്, ചെങ്കോട്ട വഴി നമ്മൾ പൻപുളിക്കടുത്തുള്ള തിരുമലൈക്കോവിൽ ക്ഷേത്രത്തിലാണ് ആദ്യം എത്തിയത്. അതിനുശേഷം നമ്മൾ അച്ചൻകോവിൽ മേക്കര റൂട്ടിലേക്ക് പോയി. അവിടെ മേക്കര ഗ്രാമവും അടവിനൈനാർ ഡാമും നമ്മൾ സന്ദർശിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ചെങ്കോട്ടയ്ക്കടുത്തുള്ള ഗുണ്ടാർ ഡാമിലേക്കാണ്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മേക്കര അച്ചൻകോവിൽ റൂട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, അച്ചൻകോവിലൊക്കെ പോയിട്ട് വരുന്നവർക്ക് തിരികെ അച്ചൻകോവിൽ ബസ്സിൽ വന്നാൽ ഈ ജംഗ്ഷനിൽ ഇറങ്ങി നമുക്ക് കേരളത്തിലേക്ക് ട്രെയിനിൽ പോകാവുന്നതാണ്. അപ്പോൾ അച്ചൻകോവിൽ ബസ്സിൽ വന്നിട്ട് നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനിൽ ഇറങ്ങുക. ഇവിടെ നിന്നും ആ വലത്തേക്ക് കാണുന്ന വഴിയിൽ ഏകദേശം ഒരു 1 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് പുനലൂർ, കൊട്ടാരക്കര ഭാഗത്തേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. അച്ചൻകോവിൽ മേക്കര റൂട്ടിൽ നിന്നും നമ്മൾ വീണ്ടും കൊല്ലം തിരുമംഗലം ദേശീയപാതയിലേക്ക് പ്രവേശിച്ചു. ഈ ജംഗ്ഷനിൽ നിന്നും വലത്തേക്കാണ് നമുക്ക് കേരളത്തിലേക്ക് പോകേണ്ടത്, പുനലൂർ തെന്മല ഭാഗത്തേക്ക്. നമ്മളിപ്പോൾ പോകുന്നത് ചെങ്കോട്ട ടൗണിലേക്കാണ്. ഈ കാണുന്നത് കായംകുളത്ത് നിന്ന് തെങ്കാശിയിലേക്കുള്ള ഒരു KSRTC ബസ്സാണ്. കായംകുളത്ത് നിന്ന് തെങ്കാശിയിലേക്ക് 2 സർവീസുകളാണ് ഈ ബസ് നടത്തുന്നത്. രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് 10 മണിക്ക് തെങ്കാശിയിലെത്തുന്ന ഒരു സർവീസും, അതേ ബസ് തന്നെ തിരിച്ച് കായംകുളത്ത് ചെന്ന് ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ട് വൈകുന്നേരം 6 മണിയോടുകൂടി തെങ്കാശിയിലെത്തുന്ന മറ്റൊരു സർവീസുമാണ് ഈ ബസ് നടത്തുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ ഗുണ്ടാർ ഡാമിലേക്ക് വരുമ്പോൾ നമ്മൾ ചെങ്കോട്ട ടൗണിനകത്തേക്ക് ഒരുപാട് പ്രവേശിക്കേണ്ട. നമ്മൾ ഈ കാണുന്ന ചെങ്കോട്ട ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് ഗുണ്ടാർ ഡാമിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് കുരുക്കിലൊക്കെ പെടാതെ നമ്മൾ ഈ കാണുന്ന ആദ്യ ജംഗ്ഷൻ, അതായത് നമ്മുടെ അച്ചൻകോവിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ നിന്നും ഒരു 500 മീറ്റർ കഴിയുമ്പോൾ അടുത്ത നമ്മുടെ ബസ് സ്റ്റാൻഡൊക്കെ വരുന്ന ചെങ്കോട്ട ജംഗ്ഷൻ എത്തിച്ചേരും. അവിടെ നിന്നും വലത്തേക്കാണ് നമുക്ക് ഗുണ്ടാർ ഡാമിലേക്ക് പോകേണ്ടത്. ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഗുണ്ടാർ ഡാമിൻ്റെ വലിയൊരു ബോർഡ് കാണാം. ഈ കാണുന്ന ചെങ്കോട്ട ജംഗ്ഷനിൽ തന്നെയാണ് ചെങ്കോട്ട ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് ഗുണ്ടാറിലേക്ക് പോകേണ്ടത്. ഇടത്തേക്ക് തിരിഞ്ഞു പോയാൽ തെങ്കാശിയിലാണ് എത്തുന്നത്. നമ്മളങ്ങനെ വലത്തേക്ക് തിരിഞ്ഞ് ഗുണ്ടാർ റോഡിലേക്ക് പ്രവേശിച്ചു. ഗുണ്ടാറിലേക്ക് പോകാനുള്ള പാത മാത്രമല്ല, നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് ചെങ്കോട്ട ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്ക് കൂടിയാണ്. പ്രധാനപ്പെട്ട ഓഫീസുകളും പ്രധാന ജനവാസ കേന്ദ്രങ്ങളുമെല്ലാം നമ്മളീ പോകുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ്. നമ്മളെന്തായാലും ഗുണ്ടാർ റൂട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെങ്കോട്ട ടൗൺ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയി ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെന്നെത്തുന്നത് തെങ്കാശി റൂട്ടിലാണ്. അവിടെ നമുക്ക് നമ്മുടെ പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആർച്ചൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ചെങ്കോട്ടയുടെ ഹൃദയഭാഗമെന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മൾ ഈ കടന്നു പോകുന്ന ഭാഗം. നമ്മൾ ഈ കടന്നു പോകുന്നത് കുറച്ച് തിരക്കേറിയ ഭാഗത്തു കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തെങ്കാശി ബസ്സുകളെല്ലാം ചില സമയങ്ങളിൽ നമ്മുടെ ചെങ്കോട്ട ടൗൺ ചുറ്റിയാണ് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ ബസ്സുകളെല്ലാം കടന്നു വരുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. നമ്മൾ പറഞ്ഞ ചെങ്കോട്ട പഴയ തിരുവിതാംകൂറിൻ്റെ ആർച്ച് കടന്ന് നമ്മുടെ ടൗൺ വഴി ചുറ്റി നമ്മൾ ഈ കണ്ട ചെങ്കോട്ട ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലേക്കാണ് നമ്മുടെ KSRTC ബസ്സുകളെല്ലാം ചുറ്റി വരാറുള്ളത്. മഴ തീരെ കുറവായ തമിഴ്നാട്ടിൽ ചെറുതും വലുതുമായ നിരവധി ഡാമുകൾ തമിഴ്നാട് സർക്കാർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചെറിയ ഡാമാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന ഗുണ്ടാർ ഡാം. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാര പ്രദേശത്ത് കണ്ണുപുലിമെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഗുണ്ടാർ ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ മറ്റ് ഡാമുകളിൽ നിന്നും ഗുണ്ടാർ ഡാമിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡാമാണ് നമ്മുടെ ഗുണ്ടാർ ഡാം. പക്ഷേ വർഷം മുഴുവൻ ഗുണ്ടാർ ഡാമിൽ വലിയ രീതിയിൽ ജലനിരപ്പൊന്നും അനുഭവപ്പെടാറില്ല. ഭൂരിഭാഗം സമയങ്ങളിലും ഡാം വറ്റി വരണ്ടാണ് കിടക്കാറുള്ളത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്നീ കാലയളവിൽ അപ്രതീക്ഷിതമായി കിട്ടുന്ന മഴയും അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലും കാരണം നമ്മുടെ ഡാം വളരെ പെട്ടെന്ന് തന്നെ നിറയുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ നിറയുന്ന സന്ദർഭത്തിൽ ഡാമിന് മുകളിലൂടെ ജലം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാറുണ്ട്. അതൊരു വലിയ കാഴ്ച തന്നെയാണ്. അത് കാണാനായിട്ടാണ് ഈ സഞ്ചാരികളെല്ലാം ഗുണ്ടാർ ഡാമിലേക്ക് പോകുന്നത്. ആ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിന് താഴെ നിന്ന് കുളിക്കാനായിട്ടും ആളുകൾ അവിടേക്ക് പോകാറുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഗുണ്ടാർ ഡാമിലേക്ക് പോകുന്നത് ഈ ഡാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത് കാണാനായിട്ടാണ്. പക്ഷേ പല സമയത്തും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ച കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്ത് ഗുണ്ടാർ ഡാമിലേക്ക് പോവുക, അതല്ല എങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് അപൂർവമായിട്ടാണ് ഡാം ഓവർഫ്ലോ ചെയ്ത് പോകാറുള്ളത്. പക്ഷേ വടക്ക് കിഴക്കൻ മൺസൂൺ സമയമാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ ഗുണ്ടാർ ഡാം ഓവർഫ്ലോ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനുള്ള ചാൻസ് കൂടുതലാണ്.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഗുണ്ടാറിലേക്കുള്ള യാത്ര ഒരു വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താക്കിയത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ടും മഴയുടെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുണ്ടാറിൽ ഓവർഫ്ലോ ചെയ്തു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമോ എന്നറിയില്ല. എങ്കിലും പോയി നോക്കാം. പണ്ടൊരിക്കൽ നമ്മൾ ഗുണ്ടാറ് പോയപ്പോൾ നമുക്ക് ഓവർഫ്ലോ ചെയ്തു പോകുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് പക്ഷേ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ അവസാന കാലത്താണ് നമ്മൾ അവിടേക്ക് പോയത്. ഏകദേശം നവംബർ അവസാനത്തോടുകൂടി ഞങ്ങൾ ഗുണ്ടാറ് പോയപ്പോൾ. ഇനി അഥവാ അവിടെ പോയി നമുക്ക് ഡാം ഓവർഫ്ലോ ചെയ്തു പോകുന്ന കാഴ്ച കാണാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ഗുണ്ടാറിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വലതുഭാഗത്തായിട്ട് വിശാലമായ നെൽപ്പാടങ്ങളും മുന്നിൽ പശ്ചിമഘട്ട മലനിരകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പശ്ചിമഘട്ട മലനിരകൾ പലർക്കും അറിയാവുന്നതാണ്. ആര്യങ്കാവിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞു പോയാൽ രാജാത്തോട്ടം എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഫോറസ്റ്റ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തമിഴ്നാട് കാണുന്ന കാഴ്ചകളെല്ലാം ഈ ഭാഗങ്ങളാണ്. അവിടെ നിന്ന് നമുക്ക് 2 ഡാമുകൾ കാണാൻ സാധിക്കും. അത് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഗുണ്ടാർ ഡാമും പിന്നീടൊന്ന് ഈ വഴിയിൽ നിന്ന് തന്നെ തിരിഞ്ഞു പോകുന്ന മൊട്ടൈ ഡാം എന്ന് പറയുന്ന ഒരു ഡാമും കൂടിയാണ്. മലയാളികൾക്ക് പ്രിയപ്പെട്ട തമിഴ്നാട്ടിലെ ഒരു വെള്ളച്ചാട്ടമാണ് കുറ്റാലം എന്ന് പറയുന്നത്. നമുക്കറിയാം, കുറ്റാലത്തിൽ വർഷത്തിൽ മിക്ക സമയങ്ങളിലും വെള്ളം ഉണ്ടാകാറുണ്ട്. വേനൽക്കാലത്ത് മാത്രമാണ് തീരെ വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുള്ളത്. കുറ്റാലം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിന് സമാനമായ ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ പ്രദേശം തുടങ്ങുന്ന ഒരു പോയിൻ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗുണ്ടാർ ഡാമും മൊട്ടൈ ഡാമും വരുന്ന പ്രദേശങ്ങളെ, അതായത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന പ്രദേശത്തെ പറയാം. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് കണ്ണുപുലിമെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ ഡാം സ്ഥിതി ചെയ്യുന്നത്. കണ്ണുപുലിമെട്ടിൻ്റെ മുകളിലേക്ക് സ്ഥലങ്ങളുണ്ട്. നമുക്ക് പശ്ചിമഘട്ടം കയറി മുകളിലേക്ക് പോകാവുന്നതാണ്. അവിടെ ചില സ്വകാര്യ റിസോർട്ടുകളും സ്വകാര്യ ഫാൾസും ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് ഫാൾസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഗുണ്ടാർ ഡാമിൽ വെള്ളമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവിടെ നിന്ന് ഓഫ് റോഡ് വണ്ടികളിൽ നമുക്ക് മുകളിലേക്ക് പോകാം. അവിടെ പ്രൈവറ്റ് ഫാൾസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഗുണ്ടാർ ഡാമിൻ്റെ വലതുവശത്തുള്ള മലനിരകളിലാണ് 5 ഫാൾസ് അല്ലെങ്കിൽ ഐന്തരുവി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5 ഫാൾസ് എന്ന് പറയുന്ന അരുവി. അപ്പോൾ നമുക്കറിയാം, മെയിൻ കുറ്റാലം ഫാൾസിനേക്കാൾ കുറച്ചുകൂടി അകത്തേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഐന്തരുവി അല്ലെങ്കിൽ 5 ഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ കുറ്റാലം വെള്ളച്ചാട്ടം വെള്ളമില്ലാതിരിക്കുന്ന അവസ്ഥകളിലും 5 ഫാൾസിൽ പലപ്പോഴും വെള്ളം ഉണ്ടാകാറുണ്ട്. അതിന് കാരണം തന്നെ ഇത് അകത്തേക്ക് മാറി പശ്ചിമഘട്ടത്തിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും അവിടെ വെള്ളം കാണുന്നത്. നെൽപ്പാടങ്ങളൊക്കെ പിന്നിട്ട് നമ്മൾ ചെറിയ വനപ്രദേശത്തേക്ക് കടന്നു. വനമെന്ന് പറയാമെങ്കിലും ഒരു വലിയ വനമല്ല, വനമേഖലയുടെ തുടക്കമാണ്. വലത്തേക്ക് പോയാൽ നമുക്ക് നിബിഡ വനപ്രദേശങ്ങളിലേക്കൊക്കെ പോകാവുന്നതാണ്. പക്ഷേ അവിടേക്കൊക്കെ പോകാൻ പെർമിഷൻ ആവശ്യമാണ്. നമ്മളങ്ങനെ മറ്റൊരു ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ രാജാത്തോട്ടം വ്യൂ പോയിന്റിൽ നിന്നും കാണാവുന്ന മൊട്ടൈ ഡാമിലേക്കുള്ള വഴി. ഈ വലത്തേക്ക് കാണുന്ന വഴിയിലാണ് നമുക്ക് മൊട്ടൈ ഡാമിലേക്ക് പോകേണ്ടത്. നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞാണ് ഗുണ്ടാർ ഡാമിലേക്കും പോകേണ്ടത്. മൊട്ടൈ ഡാമിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമോ എന്നറിയില്ല. എന്നാലും നമ്മുടെ ഗുണ്ടാർ ഡാമിലേക്ക് സാധാരണ ആളുകൾക്കെല്ലാം പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പ് തന്നെ ഗുണ്ടാർ ഡാമിലേക്കുള്ള ആളുകളുടെ സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് റോഡുകളിലെല്ലാം കാണാൻ കഴിയുന്ന ഒരു സൈൻ ബോർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണ്ടാർ ഡാമിൻ്റെതാണ്. നമ്മുടെ ചെങ്കോട്ട ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഗുണ്ടാർ ഡാമിൻ്റെ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചെങ്കോട്ട ഗുണ്ടാർ പാതയിലെ മറ്റൊരു മനോഹരമായ പ്രദേശത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രദേശങ്ങൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ മേക്കരയിലും പരിസര പ്രദേശങ്ങളിലുമായി കണ്ടിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 11 മണി അടുക്കാറായി. നല്ല വെയിലുണ്ട്. എന്നിട്ട് പോലും ഈ പ്രദേശത്തിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഈ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര ഭംഗിയായിരിക്കും പ്രദേശങ്ങളൊക്കെ എന്ന്. ഇനി അധിക ദൂരമില്ല ഡാമിലേക്ക്. ഏകദേശം 2 കിലോമീറ്ററിൽ താഴെയാണ് ഇനി ഡാമിലേക്കുള്ളത്. ഇന്ന് ആയുധ പൂജയുടെ അവധി ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ ഗുണ്ടാറിലേക്ക് വന്നത്. പക്ഷെ നമ്മുടെ റോഡിലൊന്നും അധികം ട്രാഫിക് കാണാനില്ല. എന്തായാലും ഡാമിൽ എന്തായാലും അത്യാവശ്യം ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. ചെങ്കോട്ട മുതൽ ഇങ്ങോട്ടുള്ള വഴിയെപ്പറ്റി ചോദിച്ചാൽ നിങ്ങൾ കണ്ടതാണ്, ഇതുവരെയുള്ള റോഡുകളെല്ലാം വളരെ നല്ല റോഡുകളായിരുന്നു. യാതൊരുവിധ ഗട്ടറുകളോ കുഴികളോ ഒന്നും തന്നെ ഇല്ലാത്ത റോഡായിരുന്നു ഇവിടെ വരെ ഉണ്ടായിരുന്നത്. ഡാമിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഇതൊരു ചെറിയ ഡാമാണ്, സംഭരണശേഷി കുറവാണ്, ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളെല്ലാം ഡാമിനുള്ളിലിറങ്ങി കുളിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ പരിചയമില്ലാത്ത ഒരാൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഗുണ്ടാർ ഡാമിലിറങ്ങി കുളിക്കുകയും അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു. അപ്പം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവരെ ആഴം കുറവാണെന്ന് കരുതി പരിചയമില്ലാത്ത ആളുകൾ ഒരിക്കലും റിസർവോയറിനകത്തേക്കോ ഡാമിനകത്തേക്കോ ഇറങ്ങി കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
നമ്മളങ്ങനെ ഗുണ്ടാർ ഡാം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ മുന്നിലായിട്ട് കാണപ്പെടുന്നതാണ് ഗുണ്ടാർ എന്ന് പറയുന്ന ഗ്രാമം. ചെറിയൊരു ഗ്രാമമാണ് ഗുണ്ടാർ അല്ലെങ്കിൽ കണ്ണുപുലിമെട്ട് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ആ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് ഡാമിൻ്റെ എൻട്രൻസിനുള്ളിലേക്ക് പോകേണ്ടത്. നമുക്ക് അതുവഴിയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡാം ഓവർഫ്ലോ ചെയ്തു വരുന്ന കാഴ്ച കാണാൻ സാധിക്കില്ല. അത് നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് വേറൊരു വഴിയിലൂടെ പോകുമ്പോഴാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതൊരു എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ബോർഡ് കെട്ടി തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് പോകാം. ചെറിയൊരു പ്രവേശന ഫീസുണ്ട്. 10 രൂപയാണ് ബൈക്കിന്. അകത്ത് അത്യാവശ്യം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം വലിയ ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനകത്ത് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വഴിയിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ പോകണം. അതൊരു എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ളൊരു വഴിയാണ്. അതിനകത്തുകൂടി കയറി പോകരുതെന്ന് അവരവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളും അതിനിടയ്ക്കൂടെ കയറി നമ്മുടെ ഓവർഫ്ലോ ചെയ്ത് വരുന്ന കാഴ്ച കാണാനായിട്ട് അതിനകത്തേക്ക് കയറാറുണ്ട്. നമ്മളെന്തായാലും മെയിൻ എൻട്രൻസ് വഴിയാണ് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ കയറി വന്ന വഴിയിൽ തന്നെ ആദ്യത്തെ ഒരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ ഒരു പാർക്ക് കാണുന്നുണ്ട്. നമ്മുടെ ഗുണ്ടാർ ഡാമിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പാർക്കുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട്. അപ്പോൾ പാർക്കിൻ്റെ മുന്നിലും ഒരു ചെറിയ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. അങ്ങനെ ഇവിടെ രണ്ടിടത്തായിട്ട് 2 പാർക്കിങ്ങുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാമിൻ്റെ മുന്നിൽ വേറൊരു പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ വാഹനമായിട്ട് വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാർക്കിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചു. നമ്മൾ ഈ കാണുന്ന പാർക്കിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. നമുക്കൊരു ആർച്ച് കാണാം. അതുവഴി താഴോട്ട് പോയി കഴിഞ്ഞാൽ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയൊക്കെ ഉള്ളൊരു ചെറിയ പാർക്കുണ്ട്. ആ പാർക്കിനകത്തുകൂടി നടന്നു പോയി നമുക്ക് നമ്മുടെ ഡാമിൻ്റെ താഴെയായിട്ട് എത്താവുന്നതാണ്. പക്ഷെ അതുവഴി പോകുന്ന ഒരു അല്പം റിസ്ക്കാണ്. ഇച്ചിരി കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് അകത്തോട്ട് പോകേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ നടന്ന് ഡാമിൻ്റെ മുന്നിലേക്ക് പോകേണ്ടത്. നമ്മുടെ മുന്നിൽ നിറയെ ഓഫ് റോഡ് വാഹനങ്ങളാണ്. നമ്മുടെ കണ്ണുപുലിമെട്ട് ടോപ്പിലേക്ക് പോകാനുള്ള വാഹനങ്ങളാണ്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണുപുലിമെട്ട് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന അവിടെ ഒരു പ്രൈവറ്റ് ഫാൾസ് ഉണ്ട്. അപ്പോൾ പോകേണ്ടവർക്ക് ഒരു ഓഫ് റോഡ് യാത്രയൊക്കെ എൻജോയ് ചെയ്ത് അവിടെ പോകാവുന്നതാണ്. പിന്നീട് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞത് ഈ കണ്ണുപുലിമെട്ട് വഴി നമ്മൾ പണ്ട് തമിഴ്നാട്ടുകാരെല്ലാം കേരളത്തിലേക്ക് പോകുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വഴിയുണ്ടെന്നാണ്. നമ്മുടെ ഏകദേശം ഒരു റോസ്മല അടുത്തേക്ക് അവർ എത്തിച്ചേരും. നമ്മളങ്ങനെ ഗുണ്ടാർ ഡാമിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ വരെയാണ് നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നീട് പ്രൈവറ്റ് വാഹനങ്ങളാണ് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പിന്നീട് അകത്തേക്കുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡാമിലധികം വെള്ളമില്ല. ഡാം ഏകദേശം വറ്റി വരണ്ട് കിടക്കുകയാണ്. ഒരു കവിഞ്ഞൊഴുകാനുള്ള വെള്ളമൊന്നും നമ്മൾ ഡാമിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. നല്ല വെയിലായതുകൊണ്ട് ആരും അകത്തേക്ക് പോകുന്നതുമില്ല. മറ്റൊരു കാര്യം, ഇത് സിനിമാക്കാരുടെ ഒരു പ്രിയപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ പാസ്സൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട് ഗുണ്ടാറിൽ. അപ്പോൾ അവിടെ ഒരു ചായക്കട ഈ അടുത്തിറങ്ങിയ ഗൂഗിൾ കുട്ടപ്പ എന്ന് പറയുന്ന ഒരു സിനിമയിലുണ്ടായിരുന്നു. അതുകൂടാതെ ഒട്ടനവധി തമിഴ് സിനിമകൾ നമ്മുടെ ഈ ഗുണ്ടാർ ഡാമിൻ്റെ മുകളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഇതിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇനി അഥവാ ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഓവർഫ്ലോ ചെയ്തു പോകുന്ന കാഴ്ച ഇല്ല എങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഓപ്ഷനുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ കണ്ണുപുലിമെട്ട് ടോപ്പിലേക്ക് പോകാൻ. ഇപ്പോൾ അവിടെ ഫാൾസിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ജീപ്പുകളൊക്കെ പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഡാമിനകത്തായിട്ട് ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് ആസ്വദിക്കാവുന്നതാണ്. ഒന്നുകിൽ 50 രൂപയും കൊണ്ടാണെന്ന് തോന്നുന്നു ബോട്ടിങ്ങിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക്. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് ബോട്ടിങ് ആസ്വദിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നമ്മൾ ഞാൻ വന്ന വഴിയിൽ ഒരു പാർക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി കുട്ടികളുമായിട്ടൊക്കെ വിശ്രമിക്കാം. പാർക്കിൽ വിശ്രമിച്ചിട്ട് പതുക്കെ നിങ്ങൾക്ക് ഡാമിനകത്തേക്കൊന്ന് നടന്നു പോകാം. അതുവഴി ഒരു വഴിയുണ്ട്. സൂക്ഷിച്ച് പോകണമെന്ന് മാത്രം. ഇച്ചിരി കാട് നിറഞ്ഞ ഏരിയ ആയതുകൊണ്ട് തന്നെ അത് ഡാമിൻ്റെ താഴ്ഭാഗത്തേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡാമിൻ്റെ ഒരു വ്യൂ കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഗുണ്ടാർ ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ബോട്ടിംഗ് സൗകര്യം ഉള്ളത്. അപ്പോൾ ഒരു ബോട്ട് ഡാമിന് അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോട്ടിൽ കയറുന്നില്ല. ഏകദേശം നടുക്കെത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. 1983 നമ്മുടെ ഗുണ്ടാർ ഡാം പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ പ്രദേശവാസികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഡാം പണി കഴിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയ ജലാശയം ഉണ്ടായിരുന്നു.
തൊട്ടുമുകളിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം മൂലമാണ് അത്തരത്തിലൊരു ജലാശയം ഉണ്ടായത്. അതിനുശേഷമാണ് ഇവിടെ ഒരു ഡാം പണി കഴിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ കണ്ണുപുലിമുട്ട് ടോപ്പിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുവാനായിട്ട് തീരുമാനിച്ചു. ഇത്തരത്തിലാണ് നമ്മുടെ ഗുണ്ട ഡാം ഓവർഫ്ലോ ചെയ്തു പോകുന്നത്. അത്യാവശ്യം മഴയുള്ള ദിവസങ്ങൾ ഡാം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് താഴേക്ക് ഒഴുകും. ഈ സമയത്ത് അത്യാവശ്യം വെള്ളം കുറവായിരുന്നു. ചില സമയങ്ങളിൽ നല്ല രീതിയിൽ മഴ പെയ്ത് വെള്ളം വരാറുണ്ട്. അപ്പോഴാണ് അപകടങ്ങളൊക്കെ സംഭവിക്കാറുള്ളത്. ഇതൊക്കെ നോർമലായിട്ട് ഒഴുകുന്ന വെള്ളമാണ്. ഇതിലൊക്കെ നമുക്ക് കുളിക്കാനായിട്ട് വലിയ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓവർഫ്ലോ ചെയ്തു പോകുന്ന കാഴ്ച കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വ്യൂ പോയിൻറ്റിൻ്റെ വഴി നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ആ വഴിയുള്ളത്. ഇപ്പോൾ സമയം 11:20. നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയത് രാവിലെ 6 മണിക്ക് പുനലൂർ നിന്നായിരുന്നു. നമ്മളങ്ങനെ 3 സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഗുണ്ട ഡാമിലെത്തി നിൽക്കുന്നു. ഇനി നമുക്ക് പോകാനുള്ളത് കുറ്റാലം ഫാൾസിലേക്കാണ്. അതായത് 2 ഫാൾസ്, ഒന്ന് ഐന്തരുവി 5 ഫാൾസ് എന്ന് പറയുന്ന ഐന്തരുവിയിലേക്കും പിന്നെ നമ്മുടെ കുറ്റാലം മെയിൻ ഫാൾസിലേക്കുമാണ്. സാധാരണ നമ്മൾ വരുമ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് തിരിഞ്ഞ് കുറ്റാലം മെയിൻ ഫാൾസിലേക്കൊക്കെ പോവുകയായിരുന്നു പതിവ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെ ഗുണ്ട ഡാമിൽ വന്നതിന് ശേഷം കുറ്റാലം ഫാൾസിലേക്ക് പോകണമെന്നുള്ളതാണ്. ഇനി നമുക്ക് ചെങ്കോട്ടയിലേക്ക് പോകേണ്ടതില്ല. ഇവിടെ നിന്ന് തന്നെ മറ്റൊരു വഴിയിലൂടെ നമുക്ക് കുറ്റാലം ഫാൾസിലേക്കൊക്കെ പോകാനായിട്ട് പറ്റും. അതായത് ഇവിടെ നിന്ന് വല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വഴിയുണ്ട്. അതായത് നമ്മുടെ മാന്തോപ്പുകളൊക്കെ നിറഞ്ഞ ഒരു നല്ല വഴിയാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറഞ്ഞ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, വല്ലത്തിറങ്ങാം. വല്ലത്ത് നിന്ന് ഐന്തരുവിയിലേക്കും അല്ലെങ്കിൽ മെയിൻ ഫാൾസിലേക്കൊക്കെ വേറെ വഴികളുണ്ട്. നമ്മളങ്ങനെ വീണ്ടും ഗുണ്ടാർ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. വഴിയുടെ നടുക്കായിട്ട് തന്നെ ഒരു ലോറി നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്തും കണ്ടിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണിപ്പോൾ. നെല്ല് ചാക്കുകളിലാക്കി ലോറിയിലേക്ക് കയറ്റുകയാണ്. ഈ 2 സൈഡിലും നമുക്ക് നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിന്നും കൊണ്ടുവന്ന നെല്ലാണ് ഈ കയറ്റുന്നത്. നമ്മളങ്ങനെ വല്ലത്തേക്ക് പോകുന്ന വഴിയിലേക്കാണ് തിരിഞ്ഞത്. ആ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് നമ്മൾ ചെങ്കോട്ടയ്ക്ക് തിരിച്ചു പോകേണ്ടത്. റൈറ്റിലേക്ക് കിടക്കുന്ന ഈ വഴിയെന്ന് പറയുന്നത് വല്ലത്തേക്ക് പോകാനുള്ളതാണ്. വല്ലത്ത് നിന്ന് നമുക്ക് കുറ്റാലം ഫാൾസിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ബോർഡ് കാണാം, വല്ലത്തേക്ക് 5 കിലോമീറ്ററാണ്, കുറ്റാലത്തേക്ക് 11 കിലോമീറ്റർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡാം ഓവർഫ്ലോ ചെയ്തു വരുന്ന കാഴ്ച കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ കാണുന്ന പാലത്തിൻ്റെ സൈഡിൽ കൂടി നമുക്ക് അകത്തേക്കൊരു വഴിയുണ്ട്. അതൊരു എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണ്. പക്ഷേ അവിടേക്ക് വാഹനങ്ങളൊന്നും കയറ്റി വിടില്ല, അവിടെ അടച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ വാഹനം നിർത്തി അകത്തേക്ക് നടന്നു പോയി ആ പോയിന്റിൽ എത്താവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുറ്റാലത്തെ 2 ഫാൾസിൻ്റെ വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരുന്നതാണ്. ഇനി നമ്മുടെ സീരീസിലെ 2 എപ്പിസോഡുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. എല്ലാവർക്കും നന്ദി.